അനാദി നിർണയപ്രകാരം നാം തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് നമ്മെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്ത അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നവന് ക്രിസ്തുവേശു മുഖാന്തരം മഹത്വവും പുകഴ്ചയും വാഴ്വുകളും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനും നമ്മുടെ സമ്പൂർണമായ രക്ഷയ്ക്കും വേണ്ടി കാൽവറിയിൽ തന്നെത്താൻ യാഗമാക്കിയ ദൈവപുത്രൻ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം, വന്ദനങ്ങൾ, ആദരവുകൾ ഏവർക്കും അറിയിക്കുന്നു. വളരെ മനോഹരമായ ഒരു സമയമാണ് ദൈവം തിരുസന്നിധിയിലേക്ക് ഒരുമിച്ച് വരുവാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനെ ഉപയോഗിപ്പാൻ ദൈവം നമുക്ക് തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. നമ്മുടെ ഇടയിൽ വിവിധ പ്രയാസങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ട്. അവരുടെ ജീവിതയാത്രയിൽ എങ്ങും തളരാതെ ദൈവം അവരെ താങ്ങുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം നമുക്ക് പ്രാർത്ഥനാ സഹകാരികളായിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. തിരുവെഴുത്തുകളിലേക്ക് നാം തിരിയുന്നു. ഒന്നും കൂടെ നമുക്ക് എബ്രായർ 3:1 വായിക്കാം. ഹീബ്രൂസ് 3:1. Therefore, holy brothers, who share in the heavenly calling, fix your thoughts on Jesus, the apostle and high priest, whom we confess. ആ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. കൺസിഡർ, ഫിക്സ് യുവർ തോട്ട്സ്, ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്, the apostle and high priest of our confession. നമ്മൾ ഏറ്റുപറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. എബ്രായർ 3:1 വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം. യേശുവിനെ കുറിച്ച് ഇവിടെ അപ്പോസ്തലൻ പരിചയപ്പെടുത്തുന്നത് യേശു അപ്പോസ്തലനാണെന്നും യേശു മഹാപുരോഹിതനാണെന്നും ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം മുതൽ 10-ാം അധ്യായം വരെ യേശുവിനെ മഹാപുരോഹിതനെന്ന് എല്ലാ അധ്യായങ്ങളിലും അപ്പോസ്തലൻ എടുത്തു കാട്ടുന്നുണ്ട്. യേശു മഹാപുരോഹിതനാണ്. അപ്പോസ്തലൻ എന്ന് 3:1 മാത്രമേ നാം കാണുന്നുള്ളൂ. മഹാപുരോഹിതൻ എന്ന് യേശുവിനെ ഈ അധ്യായങ്ങളിലെല്ലാം എടുത്തു പറയുന്നു. 2-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ. അതുകൊണ്ട് നമ്മൾ ആരാണ് ഈ മഹാപുരോഹിതൻ? നമുക്ക് അങ്ങനെ ഒരു മഹാപുരോഹിതന്റെ ആവശ്യമുണ്ടോ? മഹാപുരോഹിതന്റെ യോഗ്യതകൾ എന്തെല്ലാം? കടമകൾ എന്തെല്ലാം? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. സ്തോത്രം. മഹാപുരോഹിതന് ലാറ്റിൻ ഭാഷയിൽ അഥവാ റോമൻ ഭാഷയിൽ, ലത്തീൻ ഭാഷ എന്ന് പറഞ്ഞാൽ റോമൻ ഭാഷയിൽ പോണ്ടിഫെക്സ് എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് പൊന്തീഫ് എന്ന പദം വന്നത്. നമ്മൾ മുമ്പൊരിക്കൽ അത് പഠിച്ചതാ. വെളിപ്പാട് 17-ാം അധ്യായം പഠിക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയിലെ ഒരു പ്രധാന വർഗമാണ് പൊന്തീഫുമാർ. അന്ന് നമ്മളത് പഠിച്ചു. പോണ്ടിഫെക്സ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് മേക്കർ എന്ന അർത്ഥം. പാലം പണിയുന്നവർ. പൊന്തീഫ്
പോന്തിഫെക്സ്. മഹാപുരോഹിതൻ എന്ന ആ വേദപുസ്തക പദത്തിനുള്ള ലത്തീൻ വാക്കാണ് ഈ പറഞ്ഞത് പോന്റിഫെക്സ്. ബ്രിഡ്ജ് മേക്കർ അഥവാ പാലം പണിയുന്നവർ, ഇടനിലക്കാർ. യേശുക്രിസ്തുവിന് ആ പേര് യോജിക്കും, യേശുക്രിസ്തുവിനെ ആ പേര് യോജിക്കൂ. പക്ഷേ കത്തോലിക്കർ അതെടുത്ത് മനുഷ്യർക്ക് കൊടുത്തു. അവരെ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ പാലം പണിയുന്നവരാക്കി തീർത്തു. ഇല്ല, ആർക്കും അത് സാധ്യമല്ല. ഒരുത്തനു മാത്രമേ കഴിയൂ. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്ന ഒരുത്തന് മാത്രം. കാരണം ഈ പാലം പണിയുന്നവർ ആർക്കൊക്കെ ഇടയിലാണോ പാലം പണിയുന്നത്, ആ രണ്ടു കൂട്ടരുടെയും പ്രകൃതത്തെ അല്ലെങ്കിൽ ആ പ്രകൃതത്തോട് താതാത്മ്യപ്പെട്ടവരായിരിക്കണം. Only those who are in complete solidarity with both the parties for whom the bridge is made. So there is, and therefore the pontiff between God and man should be a God-man. And that quality falls only on Jesus of Nazareth, who is fully God and fully man. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ പാലം പണിയുന്ന മഹാപുരോഹിതന്മാർ, ഇടനിലക്കാർ, മധ്യസ്ഥന്മാർ, മധ്യസ്ഥതയണയ്ക്കുന്ന ദൈവത്തിനും മനുഷ്യർക്കും അവരുടെ സ്വഭാവത്തോട് പ്രകൃതത്തോട് താതാത്മ്യപ്പെട്ടവരായിരിക്കണം. ഇവിടെ പാലം പണിയേണ്ടത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലായതുകൊണ്ട് മഹാപുരോഹിതന്മാർക്ക് ദൈവത്തോടും താതാത്മ്യം വേണം, മനുഷ്യനോടും വേണം. എങ്കിൽ മാത്രമേ മനുഷ്യർക്കു വേണ്ടി ദൈവസന്നിധിയിലും ദൈവത്തിനു വേണ്ടി മനുഷ്യരോടും ഇടനില വഹിക്കാൻ സാധിക്കൂ. അങ്ങനെയാകണമെങ്കിൽ യഥാർത്ഥ പോന്തിഫ്, മഹാപുരോഹിതൻ, സ്തോത്രം, ദൈവവും മനുഷ്യനും ആയിരിക്കണം. പകുതി ദൈവവും പകുതി മനുഷ്യനുമായാൽ പോരാ. പൂർണ്ണ ദൈവത്വത്തിലും പൂർണ്ണ മനുഷ്യത്വത്തിലുമുള്ളയാളായിരിക്കണം. അങ്ങനെയുള്ള ഒറ്റ ഒരാളേ ഉള്ളൂ. സ്തോത്രം. ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിക്കുകയും തന്നെത്താൻ താഴ്ത്തുകയും ചെയ്ത്, സ്തോത്രം, ദാസരൂപത്തിലും മനുഷ്യവേഷത്തിലും ഭൂമിയിൽ വന്ന നസറായനായ യേശു താൻ മാത്രമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഇരുവരുടെയും പ്രകൃതത്തോട് താതാത്മ്യപ്പെടുന്ന പ്രകൃതമുള്ള ഒരു പോന്തിഫ്. സ്തോത്രം. രണ്ടുപേരെയും പ്രതിനിധീകരിക്കുവാൻ ആ ഇടനിലക്കാരന് സാധിക്കണം. ഇരുകൂട്ടരോടും ഒരുപോലെ ഇടപെടുവാൻ ആ പോന്തിഫിന് കഴിയണം. അങ്ങനെ കഴിയുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. പ്രൈസ് ദ ലോർഡ്. അതാണ് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ശ്രേഷ്ഠത. The uniqueness of Jesus the high priest is this: he is fully God and fully man. സ്തോത്രം.
നമ്മൾ ശനിയാഴ്ച ഏറ്റവും ഒടുവിൽ കണ്ടത് സ്തോത്രം ദ ഇംപെർഫെക്ഷൻസ് ഓഫ് ആരോനിക് ഹൈ പ്രീസ്റ്റ്ഹുഡ്. അഹരോന്യ മഹാപൗരോഹിത്യത്തിൻ്റെ അപര്യാപ്തതകളെ കുറിച്ചാണ് ശനിയാഴ്ച നമ്മൾ കണ്ടത്. സ്തോത്രം. അടിമുടി അപര്യാപ്തതകൾ കൊണ്ട് കലുഷിതമായ ഒരു മഹാപൗരോഹിത്യമാണ് സ്തോത്രം അഹരോൻ്റേത്, അല്ലെങ്കിൽ മാനുഷികമായത് എന്ന് നമ്മൾ കണ്ടു. ഏറ്റവും ഭീകരമായി നമുക്കതിൽ തോന്നുന്നത്, ആർക്കു വേണ്ടിയാണോ താൻ മധ്യസ്ഥത അണയ്ക്കുന്നത് അവർക്ക് വേണ്ടി എന്നതുപോലെ തനിക്ക് വേണ്ടി തന്നെയും പാപയാഗം കഴിക്കേണ്ട ബലഹീനത പൂണ്ട അറിവില്ലാത്ത, പിന്നെ ഒന്നും കൂടെ ഉണ്ടല്ലോ, വഴിതെറ്റിപ്പോകുന്ന ഒരാളാണ് ഈ മഹാപുരോഹിതൻ എന്നതാണ്. കൂടാതെ മരണത്താൽ അദ്ദേഹം മായുകയും മറയുകയും ചെയ്യും. അതുകൊണ്ട് അടുത്തയാൾ വീണ്ടും വരേണ്ടി വരും. സ്തോത്രം. ഇങ്ങനെയെല്ലാമുള്ള അപര്യാപ്തതകളും നമ്മൾ കണ്ടു. ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ശരി, ഒന്നുമില്ല എന്ന് നിശബ്ദതയിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ പഠനത്തിൻ്റെ അടുത്ത പടിയിലേക്ക് കയറുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ദ യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ് ഹൈ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ പശ്ചാത്തലം ഒരുക്കുക മാത്രമാണ് ചെയ്തത്. ഇനിയുമാണ് 3:1 യഥാർത്ഥ വിഷയത്തിലേക്ക് വരുന്നത്. മഹാപുരോഹിതനായ യേശു, അല്ലെങ്കിൽ യേശു എന്ന മഹാപുരോഹിതൻ, ആ ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിനുള്ള വിശേഷതകൾ, പ്രത്യേകതകൾ, നിസ്തുലതകൾ എടുത്തു പറയാതെ തന്നെ നമുക്കിതിനോടകം മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ആമുഖ പഠനത്തിൽ തന്നെ അഹരോന്യ മഹാപൗരോഹിത്യത്തോട് യേശു ഉപമിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകും. അഹരോന്യ മഹാപൗരോഹിത്യത്തോട് നമുക്ക് യേശുവിൻ്റെ മഹാപൗരോഹിത്യത്തെ താരതമ്യപ്പെടുത്തിയാൽ എത്ര സാമ്യങ്ങൾ കാണാൻ പറ്റും? അതിപ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സാമ്യം 5-ാം അധ്യായത്തിൻ്റെ എബ്രായർ 5-ന്റെ ആദ്യവാക്യങ്ങളിൽ പറയുന്നത് പോലെ, സഹോദരന്മാരുടെ ഇടയിൽ നിന്നും 2 കൂട്ടരെയും എടുക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് മനുഷ്യർക്കു വേണ്ടി മഹാപുരോഹിതനെ നിയമിക്കുക. അത് യേശു ക്രിസ്തുവിലും പൂർണ്ണമായി. ക്രിസ്തുവും മനുഷ്യനായി ഭൂമിയിൽ വന്നു. മനുഷ്യവേഷമെടുത്തു. വേഷത്തിൽ മനുഷ്യനായി എന്നാണ് നാം വായിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്, അത് വെറും ഒരു പ്രച്ഛന്നവേഷം കെട്ടലായിരുന്നില്ല. That was not a mere
what do you say, drama like, acting like, costume wearing. No, it was not so. യേശു വേഷത്തിൽ മാത്രം മനുഷ്യനായി വിളങ്ങി അങ്ങനെ കാണപ്പെട്ടതായിരുന്നെങ്കിൽ, അങ്ങനെ തോന്നിയതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യന് തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രം യേശു മനുഷ്യന്റെ കുപ്പായമിട്ടതായിരുന്നെങ്കിൽ, വെറും അതൊരു പ്രച്ഛന്ന വേഷമായി മാത്രം മാറിയനെ. ഒരു ഫാൻസി ഡ്രസ്സ് പോലെ, ഒരു കോസ്റ്റ്യൂം വെയറിംഗ് പോലെ. സ്തോത്രം. ഒരു നാടകത്തിലോ സിനിമയിലോ ഇല്ലെങ്കിൽ വേണ്ട നമ്മുടെയൊക്കെ ഇടയിൽ സ്കിറ്റിലോ കോറിയോഗ്രാഫിയിലോ ഒക്കെ ചെയ്യുന്നത് പോലെ മാത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 2 വർഷം യൂത്ത് ഫെസ്റ്റിവലിന് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഞങ്ങളൊരു ടീമായിട്ട് ചെയ്തതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ തന്നെ ഒരു കൂട്ടുകാരൻ എഴുതിയ ഒരു നാടകം ഞങ്ങളെല്ലാവരും കൂടെ അവതരിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എഴുതിയ നാടകം. അതുകൊണ്ട് അതിന് അത്ര വലിയ നിലവാരമുണ്ടെന്നൊന്നും അന്നേ ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ ഞങ്ങളൊരു സന്തോഷം, ഞങ്ങളുടെ കൂട്ടുകാരനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ വേഷം 60 വയസ്സുകാരൻ്റെയാ. അന്ന് ഏതാണ്ട് 14 വയസ്സേ എനിക്കുള്ളൂ. 60 വയസ്സുകാരൻ്റെ വേഷം കെട്ടി. അതൊരു വേഷം കെട്ടൽ മാത്രമായിരുന്നു, അഭിനയം മാത്രമായിരുന്നു. നാട്ടിലെ സർക്കാർ സ്കൂളിലല്ലേ കാക്കി നിക്കറും വെള്ള ഉടുപ്പും യൂണിഫോമായിട്ടിരിക്കുന്ന കാല, പാൻസ് പോലും ഇല്ല, നിക്കറിടുന്ന കാലം, ട്രൗസർ എന്ന് പറയും. പക്ഷെ അന്ന് എനിക്ക് ലുങ്കി ഉടുക്കേണ്ടി വന്നു. ആദ്യമായിട്ട് ഞാൻ ലുങ്കി ഉടുത്തത് അന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 60 വയസ്സുകാരൻ അപ്പച്ചൻ, അന്ന് 60 വയസ്സുകാരൻ അപ്പച്ചനാ, ഇന്ന് 60 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ. 65 വരെയാ ചെറുപ്പം ഇപ്പം. എന്നിട്ട് നരച്ച താടിയൊക്കെ ഫിറ്റ് ചെയ്ത് വടിയൊക്കെ കുത്തി വിറയ്ക്കുന്ന ശബ്ദത്തോടെ സംസാരിക്കണമായിരുന്നു. ആ നാടകത്തിൽ എനിക്ക് അഭിനയിക്കാനുണ്ടായിരുന്ന സമയത്തേക്ക് മാത്രം ഞാൻ ഇട്ട ഒരു വേഷമാണ്. അങ്ങനത്തെ ഒരു ഫാൻസി ഡ്രസ്സോ ഒരു കോസ്റ്റ്യൂം വെയറിങ്ങോ അല്ല യേശുവിൻ്റെ മനുഷ്യത്വം. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തോടെ യേശുവിൻ്റെ മനുഷ്യവേഷം അഴിഞ്ഞുപോയേനെ. സ്തോത്രം. പക്ഷേ നമ്മൾ നേരത്തെ തൃത്വത്തെപ്പറ്റി പഠിച്ചപ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്, യേശുവിൻ്റെ മനുഷ്യത്വം കേവലം ക്രൂശ് വരെ കൊണ്ട് തീർന്നില്ല. ഇന്നും യേശുവിൻ്റെ മനുഷ്യത്വത്തിലാണ് യേശു നിത്യതയിൽ തുടരുന്നത്. ഭൂമിയിൽ യേശു ആയിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നത് പോലെ, സ്തോത്രം, ഇന്നും യേശുക്രിസ്തുവിൽ ഈ 2 പ്രകൃതങ്ങളും ഒരുമിച്ച് ലയിച്ച് ചേർന്നിരിക്കുന്നു. നിത്യത മുഴുവനും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം, യേശു മനുഷ്യനായത് വെറും ഒരു വേഷം കെട്ട് അല്ലായിരുന്നു. ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നത് വെറും വേഷം കെട്ടായിട്ട് കാണരുത്. ആ പദം അവിടെ വന്നതുകൊണ്ട്, സ്തോത്രം, അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാ. എന്നാൽ ഈ വിഷയത്തിൽ
പലർക്കും സംശയം ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ചോദിക്കാം. പൊതുവെ ക്രൈസ്തവ ലോകത്ത് പാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ പോലും യേശുക്രിസ്തുവിൽ ഇന്നും മനുഷ്യത്വം ഉണ്ടോ എന്ന സംശയം. യേശുവിൻ്റെ മനുഷ്യത്വം ഇപ്പോൾ ഇല്ല എന്ന് കരുതുന്ന ആൾക്കാർ ധാരാളം പേർ നമ്മുടെ സഭാമണ്ഡലങ്ങളിലുണ്ട്. അത് തെറ്റാണെന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് വെറുമൊരു കാഴ്ചപ്പാടല്ല, ശരിയായ ബോധം നമുക്ക് വേണം. യേശുക്രിസ്തു മനുഷ്യത്വം സ്വീകരിച്ചതു മുതൽ ഹൈപ്പോസ്റ്റാറ്റിക്, ആ രണ്ട് പ്രകൃതങ്ങളും കൂടെ ഒരൊറ്റ വ്യക്തിയിൽ ഇഴുകിച്ചേർന്നിരിക്കുന്ന ആ പൂർണ്ണത എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ നിലനിൽക്കുന്നു. സ്തോത്രം. സംശയം ഇല്ലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമില്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമുക്ക് മുൻപോട്ട് പോകാം. എന്ന് വെച്ചാൽ യേശുവിൻ്റെ മനുഷ്യത്വം വെറും ഒരു അഭിനയം, വേഷം കെട്ടലായിരുന്നില്ല. യേശു മനുഷ്യനായി തന്നെ ഭൂമിയിൽ വന്നു, ജീവിച്ചു, മനുഷ്യനായി തന്നെ മരിച്ചു, അടക്കപ്പെട്ടു. ആ അടക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ മാനുഷ ശരീരം ഉയർത്തെഴുന്നേറ്റു. ആ ശരീരത്തോടു കൂടെ തന്നെയാണ് യേശു സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നത്. ആ സ്വർഗാരോഹണം ചെയ്ത ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ, ഉയർക്കപ്പെട്ട ശരീരത്തിൽ, തേജസ്കരിക്കപ്പെട്ട മാനുഷ്യ ശരീരത്തിൽ തന്നെ യേശുക്രിസ്തു ഇന്നും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി വിരാജിക്കുന്നു. അതേ ഇരു പ്രകൃതങ്ങളും ഒരുമിച്ച് ഉള്ള പൂർണ്ണതയിൽ തന്നെ വീണ്ടും യേശു മടങ്ങി വരും. നിത്യത മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ആ മനുഷ്യത്വം ക്രിസ്തുവിൽ ഉണ്ടായിരിക്കും. സ്തോത്രം. ഈ കാര്യങ്ങളോട് വിയോജിപ്പോ സംശയമോ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്കങ്ങ് മുൻപോട്ട് പോകാം. സംശയമാർക്കുമില്ലെന്ന് കരുതുന്നു. ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ച് ആരും മൗനം അവലംബിക്കരുത്. സ്തോത്രം. യെസ്, ഈവൻ ഇൻ ഇറ്റേണിറ്റി. നിത്യത മുഴുവനും നമുക്ക് യേശുക്രിസ്തുവിനെ അങ്ങനെ തന്നെ കാണാം. മാസ്റ്ററെ, ഇപ്പോഴും മനുഷ്യനായിട്ട് ദൈവത്തോടു കൂടി ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞപ്പോ, മനുഷ്യൻ എന്ന നിലയിൽ സ്വർഗത്തിലെ ദൈവസന്നിധിയില് കർത്താവിന് ആ രൂപത്തിലായിരിക്കാൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു വാക്യം, വചനം, ഭാഗം? 1 തിമോത്തിയോസ് 2:5 1 Timothy 2:5 വായിച്ചാട്ടെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അടുത്ത വാക്യം. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. യേശുക്രിസ്തുവിൻ്റെ ഇന്നത്തെ മഹാപുരോഹിത അവസ്ഥയിലെ കാര്യമാണത്. മനുഷ്യനായ ക്രിസ്തു യേശു.
യേശു മനുഷ്യനാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മനുഷ്യത്വത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കാൻ കഴിയത്തുള്ളൂ. യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ 3 അത്യാവശ്യത്തെക്കുറിച്ച് ഈ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ തന്നെ പറഞ്ഞേക്കാം. യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ 3 പ്രധാന ആവശ്യകതകൾ. 1, നമ്മെ വീണ്ടെടുക്കുവാൻ. 2, നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കുവാൻ. 3, മനുഷ്യരെ ന്യായം വിധിക്കുവാൻ. ഒന്നും കൂടെ പറയാം, 4, മനുഷ്യരെ ഭരിക്കുവാൻ. ഈ 4 പ്രധാന ആവശ്യകതകൾ യേശുവിൻ്റെ മനുഷ്യത്വത്തിനുണ്ട്. നമ്മെ വീണ്ടെടുക്കുവാൻ, മനുഷ്യരെ വീണ്ടെടുക്കാൻ ആർക്ക് മാത്രമേ സാധിക്കൂ? ഏറ്റവും അടുത്ത ചാർച്ചക്കാരന് മാത്രമേ സാധിക്കൂ. മനുഷ്യന്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ ആയിരിക്കണം. വീണ്ടെടുപ്പിന്റെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. രണ്ടാമത്തെ കാര്യം, മനുഷ്യനു വേണ്ടി മഹാപുരോഹിതനായിരിക്കുക. ഇപ്പൊ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുക. മഹാപുരോഹിതൻ ആരായിരിക്കണം? മനുഷ്യനായിരിക്കണം. അതെ, എബ്രായർ 5:1 നമ്മൾ കണ്ടു. മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന ഒരുത്തനായിരിക്കണം, തൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നെടുക്കുന്ന ഒരുത്തനായിരിക്കണം. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കണമോ? മനുഷ്യനായിരുന്നേ പറ്റൂ യേശുവിന്. അതാണ് നാം ഇപ്പോൾ തിമോഥെയോസിനുള്ള ലേഖനത്തിലും വായിച്ചത്. 3, ഇനിയും അടുത്തതെന്താ? മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ന്യായവിധി നടക്കുക, ന്യായവിധി നടപ്പിലാക്കുക. ആരെയാ ന്യായം വിധിക്കേണ്ടത്? മനുഷ്യരെ, മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും. അതെ, മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും. അതുകൊണ്ട് ന്യായവിധി നടത്തുന്ന യേശു ആരായിരിക്കും? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചായിരുന്നല്ലോ. എടുത്തെങ്കിലും അങ്ങ് വായിച്ചോളൂ. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ മനുഷ്യരെ ന്യായം വിധിക്കുമ്പോൾ, യോഹന്നാൻ 5-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ന്യായവിധിയുമായി ബന്ധപ്പെട്ട, ഉയർപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ 22 മുതൽക്ക് 28 വരെ അല്ലെങ്കിൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും വായിച്ചിട്ടുള്ളത്. സ്തോത്രം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വായിച്ചത് 27-ാമത്തെ വാക്യമാണ്. സ്തോത്രം. ജോൺ 5:27. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായം വിധിക്കാനുള്ള അധികാരം ദൈവം പിതാവ് പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ന്യായം വിധിക്കുവാനും യേശുവൻ ആരായിരുന്നേ പറ്റൂ? മനുഷ്യപുത്രനായിരുന്നേ പറ്റൂ. 4, അത് കഴിഞ്ഞ് ക്രിസ്തു ഭരണം നടത്തും. ന്യായവിധിക്ക് ശേഷമുള്ള ഭരണം. അതും ആരെയാ ഭരിക്കുന്നത്? സകലത്തെയും ഭരിക്കും, എന്നാൽ ഏറ്റവും പ്രധാനം മനുഷ്യരെ. അതുകൊണ്ട് അവിടെയും ക്രിസ്തുവിന് മനുഷ്യപുത്രൻ ആയിരിക്കേണ്ടതുണ്ട്. യേശു മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഇനി യേശു നിത്യതയിൽ നമുക്ക്, നമ്മൾ നേരത്തെ വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ച കാര്യമാണ്, നിത്യതയിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത പാടുകൾ കാണാൻ കഴിയും എന്ന് പഠിച്ചിട്ടുണ്ട്. വേണ്ട, വെളിപ്പാട് 1-ന്റെ 7-ാം തന്നെ നമ്മളത് കാണുന്നുണ്ടല്ലോ. റെവലേഷൻ 1:7 എന്താ? ഇതാ
വായിച്ചു ആരെങ്കിലും ഒരാൾ വായിച്ചു. ചേട്ടത്തി അനിയത്തി ആരെങ്കിലും വായിച്ചു. ഏതു കണ്ണും ആ. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അന്നേരം മേഘാരൂഢനായി വരുമ്പോൾ എല്ലാ കണ്ണും അവനെ കാണും. എടുത്തു പറയുന്നു, അവനെ കുത്തിത്തുളച്ചവരും. അത് യഹൂദനാണോ റോമക്കാരാണോ എന്ന തർക്കമൊന്നും വേണ്ട. യഹൂദന്മാർ ഏൽപ്പിച്ചിട്ട് റോമക്കാർ അവനെ കുത്തി. റോമക്കാരാണ് കുത്തിയതെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം യഹൂദന. അതുകൊണ്ട് ആ തർക്കമൊന്നും നമുക്കവിടെ വേണ്ട. രണ്ടു കൂട്ടരും അതിനകത്തിൽ പെടും. പ്രധാനമായും അവിടെ പറയുന്നത് യഹൂദനെ കുറിച്ച്. സഖരിയ പ്രവാചകൻ പറയുന്ന കാര്യമാണല്ലോ. അപ്പോൾ യേശു ഇനിയും മടങ്ങി വരുമ്പോൾ, മേഘാരൂഢനായി വരുമ്പോൾ, ഭൂമിയിലേക്ക് വരുമ്പോൾ എന്താ ഈ യേശുവിൻ്റെ അടയാളം? എങ്ങനെയാ തിരിച്ചറിയുന്നേ? കയ്യിൽ ബാൻഡ് വല്ലതും കെട്ടിയിട്ടുണ്ടോ? ഇല്ല. ഉടുപ്പയിലും തുടമയിലും പേരെഴുതിയിട്ടുണ്ട്. പക്ഷെ അതല്ല യേശുവിനെ തിരിച്ചറിയാനുള്ള അടയാളം. അവനെ തിരിച്ചറിയാനുള്ള അടയാളം യോഹന്നാൻ 20-ാമത്തെ അധ്യായത്തിൽ സംശയിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക്, തോമസ് ഉൾപ്പെടെ ഉള്ളവർക്ക്, തോമസ് എന്ന 2-ാം പാദത്തിലാണ്, 1-ാം പാദത്തിൽ മറ്റ് ശിഷ്യന്മാർക്ക്, പത്രോസ് ഉൾപ്പെടെയുള്ളവർക്ക് യേശു ജീവിച്ചിരിക്കുന്നു എന്നതിന് എന്താണോ അടയാളം കൊടുത്തത്, അത് തന്നെയായിരിക്കും യേശു മശിഹയാണ് എന്നതിന് ഭാവി കാലത്തും അടയാളം. അതെന്താണെന്ന് നമുക്കറിയാമല്ലോ. കൈകളും വിലാപ്പുറവും അവരെ കാണിച്ചു. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പഞ്ചമുറിവേറ്റ കർത്താവിനെ കുറിച്ച് പാടുന്നത്. തിരുവത്താഴത്തിലും നമ്മൾ പാടാറുണ്ട്, 5 കായങ്ങൾ വഴിയായി പാഞ്ഞ തിരുരക്തമേ. സ്തോത്രം. പഞ്ചമുറിവേറ്റനാഥൻ തഞ്ചമേകിടും, നെഞ്ചമതിൽ ചഞ്ചലങ്ങളൊന്നും വേണ്ട. പഞ്ചമുറിവേറ്റനാഥൻ തഞ്ചമേകിടും. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ഇനിയും മടങ്ങി വരുമ്പോൾ സഭയ്ക്ക് അതിൻ്റെ അടയാളത്തിൻ്റെ ആവശ്യമില്ല. കാരണം സഭ ക്രിസ്തുവിനെ, യേശുവിനെ ക്രിസ്തുവായി മശിഹയായി അംഗീകരിച്ചവരാണ്. അതുകൊണ്ട് സഭയ്ക്ക് അങ്ങനൊരു അടയാളത്തിൻ്റെ ആവശ്യം യേശുവിനെ തിരിച്ചറിയാനില്ല. മാത്രമല്ല, സഭയ്ക്ക് യേശുവിനെ തപ്പിപ്പിടിച്ച് ഇതിലേതാ യേശു നോക്കി കാണേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് വരുമ്പം നമ്മളെ അങ്ങ് കൊണ്ടുപോവുക, തൻ്റെ അടുക്കലേക്ക് നമ്മെ ചേർക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ, സഭയ്ക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഇല്ല. സഭയ്ക്ക് അങ്ങനെ ഒരു അടയാളത്തിൻ്റെ ആവശ്യവുമില്ല. പിന്നെ ആവശ്യം ആർക്കാ ഉള്ളത്? കർത്താവ് ആരുടെ അടുക്കലേക്കാണോ വരുന്നത് അവർക്കാ. വ്യത്യാസം മനസ്സിലായോ? നമ്മളെ തൻ്റെ അടുക്കൽ ചേർക്കുക. യോഹന്നാൻ 14:3 യേശു പറഞ്ഞു, നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കുറച്ച് നാൾ മുമ്പ് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഭർത്താവ് കാനഡയിലാണ്, ആ കുട്ടി ഇവിടെ ബോംബെയിലും. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു ഭർത്താവിൻ്റെ അടുക്കൽ പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാ പോകുന്നത്? അങ്ങ് തന്നെ പോവുകയാണോ അതോ കർത്താവ് പറഞ്ഞതുപോലെ ഭർത്താവ് വന്നു കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, കർത്താവിൻ്റെ കൂട്ട് തന്നെ എൻ്റെ ഭർത്താവ്,
വന്ന് എന്നെ കൊണ്ടുപോവുക. വന്ന് എന്നെ കൊണ്ടുപോവുക. അപ്പം യാത്രാക്ലേശങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ല. ഈ ദിവസങ്ങളിൽ കാനഡയിൽ നിന്ന് ഭർത്താവ് വന്ന് ഈ മാസം ഒടുവോടുകൂടെ ഭാര്യയുമായിട്ട് പോകും. ഇതുപോലെ കർത്താവ് എന്ത് ചെയ്യുകയാ? നമ്മളെ ചേർക്കാൻ വേണ്ടി വരികയും നമ്മളെ തൻ്റെ അടുക്കൽ ചേർക്കുകയുമാണ്. അതിനകത്ത് നമ്മൾക്കൊന്നും ചെയ്യാനില്ല. ആ സമയത്ത് ഉള്ളതൊക്കെ ഇപ്പോൾ വല്ലതും ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ അതിന് യോഗ്യരായിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കർത്താവ് നമ്മളെ കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് പിന്നെ ആ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. ആരാണോ നമ്മളെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുന്നത്, അത് നമുക്ക് വേണ്ടി മുറിവേറ്റ നമ്മുടെ വീണ്ടെടുപ്പിന് വില കൊടുത്ത കർത്താവ് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ സംശയം ഉണ്ടാവുന്നത് ആരുടെ അടുക്കലേക്കാണോ കർത്താവ് ഇറങ്ങി വരാൻ പോകുന്നത് അവർക്കാ. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ അന്ന് പാർക്കുന്നവർക്ക്. വിശേഷാൽ അത് യഹൂദന്മാരെ സംബന്ധിച്ച്. അന്ന് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവർ അടയാളം ചോദിച്ചു. ഇപ്പോഴും അവർ അടയാളം ചോദിച്ചുകൊണ്ട് നടക്കുന്നവരാ. അവർക്ക് അടയാളം വേണ്ടേ? കർത്താവ് അന്നേരം പറയുകയും ചെയ്തു, നമ്മളെ കാര്യം ചിന്തിച്ചതുമാണ്, നിങ്ങൾക്ക് വേറൊരു അടയാളം കിട്ടത്തില്ല, യോനയുടെ അടയാളം മാത്രമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ മരണത്തെയും ഉയർപ്പിനെയും കുറിച്ചാണ് പറഞ്ഞ്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിട്ടും യഹൂദൻ ഒരു സമൂഹം, യഹൂദൻ ഒരു രാഷ്ട്രം, യഹൂദൻ ഒരു ജാതി എന്ന നിലയിൽ യേശുവിൽ വിശ്വസിച്ചില്ല. Yes, of course, there are individual Jews who believe in Jesus as the Messiah, individual Jews, but not as a nation, collectively. But one day they will. Then also they will need sign that Jesus, this person is the very Messiah. And nothing else. None other signs they will get. ആ സമയത്ത് യേശു എപ്പോഴാ കർത്താവിനെയും വരാൻ പോകുമ്പോഴേ യഹൂദന് ജാതീയമായിട്ട് യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ യേശു പ്രത്യേകിച്ചൊരു അത്ഭുതവും ചെയ്യാൻ പോകുന്നില്ല, ഒരടയാളവും കാണിക്കാൻ പോകുന്നില്ല. ആകെക്കൂടെ ആ സമയത്ത് ഉള്ള അടയാളം തൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകളാണ്. സ്തോത്രം. ആ മുറിപ്പാടുകൾ 1:7 മാത്രമല്ല, 5-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് 5-ാം അധ്യായത്തിലും ആ മുറിപ്പാടുകൾ ഈ ദൈവകുഞ്ഞാടിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്ന കുഞ്ഞാട് എങ്ങനെയുള്ള കുഞ്ഞാടാണ്? അറുക്കപ്പെട്ടതുപോലെ. സ്തോത്രം. പ്രൈസ് ഗാഡ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന മുറിപ്പാടുകൾ നിത്യത മുഴുവനും യേശുവിൽ കാണും. അതാണ് കുഞ്ഞാടിന്റെ പാട്ട് നമ്മളും പാടാൻ പോകുന്നത്. കുഞ്ഞാടേ നീ യോഗ്യൻ. എന്താണ് നിന്റെ യോഗ്യത? നീ അറുക്കപ്പെട്ടു. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. ഈ പാട്ട് നമ്മൾ പാടും. നിത്യത മുഴുവനും നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് ആരാധിച്ചിരിക്കുന്നതിന് ഇതൊരു മുഖാന്തരവുമായിരിക്കും. പ്രൈസ് ഗോഡ്. വ്യക്തമായോ? സ്തോത്രം. താങ്ക് യു. ഓക്കെ. മറ്റെന്തെങ്കിലും? യേശുക്രിസ്തുവിന്റെ ഭൂമിയിലുണ്ടായിരുന്ന ശരീരം നമ്മുടെ കൂട്ടി മണ്ണിൽ നിന്ന് എടുത്ത ശരീരത്തിന്റെ അതേ പ്രകൃതമായിരിക്കും. ആയിരുന്നു.
നമ്മുടെ ശരീരത്തിൻ്റെ അതേ പ്രകൃതം, ബട്ട് വിതൗട്ട് സിൻ, പാപം ഇല്ലാത്ത ശരീരം. ആ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം തേജസ്കരിക്കപ്പെട്ട ശരീരമല്ലേ പാസ്റ്റർ ആണോ? യേശുക്രിസ്തുവിന്? അപ്പോഴും മുറിപ്പാടുകൾ അതെ, കാണും. ഓക്കെ ഓക്കെ. അതാണ് സ്നേഹത്തിൻ്റെ അടയാളം. അത് ക്രിസ്തുവിൻ്റെ അഗമ്യമായ തേജസ്സിന് പോലും മായ്ക്കാൻ കഴിയാതെ തെളിഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ പാടുകളായിരിക്കും അത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെയും ശരീരം ആയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരീരമാണ് യേശു എടുത്തത്. ആ ശരീരത്തിൽ പാപമില്ലായിരുന്നു എന്ന് മാത്രം. എന്നിട്ടും അത് മർത്യദേഹമായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, വേറെ ഈ ലോകത്തിൽ എന്തുമാത്രം VIP കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. സ്തോത്രം. എത്രയോ രാജകുടുംബങ്ങളിൽ, ബ്രിട്ടൻ രാജകുടുംബത്തിൽ ഉൾപ്പെടെ എത്രയോ രാജകുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ധനവാന്മാരുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ കല്യാണ വസ്ത്രത്തെക്കുറിച്ചൊക്കെ പത്രക്കാരും ഒക്കെ പറയാറും എഴുതാറുമുണ്ട്. എന്നാൽ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ച് ഒരു പരാമർശവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ മാത്രം, നമുക്കറിയാതെ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ. ലൂക്കോസ് 2-ാമത്തെ അധ്യായത്തിൻ്റെ 7-12 വാക്യങ്ങളിൽ നമ്മത് കാണുന്നുണ്ട്. എന്തിനാ അത് പറഞ്ഞത്? ആ കുഞ്ഞു പണ്ട് ധരിച്ചിരുന്ന വസ്ത്രം, ആ കുഞ്ഞാകുന്നതിനു മുമ്പ് തേജസ്സിൻ്റെ, മഹത്വത്തിൻ്റെ ഒക്കെ വസ്ത്രം ധരിച്ചത് നമ്മൾ 104-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്നപ്പോൾ വസ്ത്രം ധരിക്കേണ്ട ഒരു ശരീരമാണ് യേശു തിരഞ്ഞെടുത്തത്. ജനിച്ചപ്പോൾ വസ്ത്രം ധരിക്കേണ്ടതായ ഒരു ശരീരം, മരിച്ചപ്പോൾ വസ്ത്രം ഉരിഞ്ഞെടുത്ത് നഗ്നനാക്കിയ ഒരു ശരീരം. മരിക്കുവാൻ കഴിയുന്ന, അതായത് മർത്യമായൊരു ദേഹം യേശു എടുത്തു. ആഹാരം കഴിക്കേണ്ട ശരീരം, വസ്ത്രം ധരിക്കേണ്ട ശരീരം, വിശ്രമം ആവശ്യമുള്ള ശരീരം, ഉറങ്ങാൻ കഴിയുന്ന, ഉറങ്ങേണ്ട ശരീരം, സഞ്ചരിക്കുവാൻ ഒരു വാഹനം ആവശ്യമായ ശരീരം. സ്തോത്രം. രക്തം ഉള്ള ശരീരം. നമ്മൾ എബ്രായർ 2-ാമത്തെ അധ്യായത്തിലെ കാര്യം കണ്ടല്ലോ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. സ്തോത്രം. അപ്പോൾ പാപം ഒഴികെ നമ്മുടേതുപോലെ തന്നെയുള്ള ശരീരമായിരുന്നു യേശുവിൻ്റെത്. മറ്റെന്തെങ്കിലും ഈ വിഷയത്തിൽ?
ഒന്നുമില്ലെന്ന് കരുതുന്നു. വീണ്ടും പറയട്ടെ, ചോദിച്ചാൽ എങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ആരും മൗനമായിരിക്കരുത്. സ്തോത്രം. സംശയം തീർത്തേ പോകാവൂ. പക്ഷെ നമ്മൾ കർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ രക്തബന്ധങ്ങൾ ഓർമ്മയുണ്ടാവുക. പക്ഷെ ഒന്നുകൂടെ പറയാമോ? ആദ്യ ഭാഗം കേട്ടില്ല. ഇപ്പോൾ ഭൂമിയിൽ കാണുന്ന ബന്ധങ്ങൾ ഓർമ്മ, പക്ഷെ നമ്മൾ കർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോഴേ നമുക്ക് ഇപ്പൊ ഭൂമിയിലുള്ളത് പോലെ രക്തബന്ധങ്ങളുടെ ഓർമ്മയോ അങ്ങനെ ബന്ധമുണ്ടാവും. ഓർമ്മയുണ്ടാവും. പക്ഷെ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളതുപോലെയുള്ള വികാരങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ കഥയല്ല, ആ സംഭവത്തിലെ ലാസറിൻ്റെയും ധനവാന്റെയും വിഷയത്തിൽ ലാസറിനെ ധനവാൻ തിരിച്ചറിയുന്നു. ഭൂമിയിൽ തനിക്ക് എത്ര സഹോദരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും എല്ലാം തനിക്ക് ബോധമുണ്ടായിരുന്നു. ആ ബോധം, ആ തിരിച്ചറിവും തീർച്ചയായും നമുക്കുണ്ടാവും. നിത്യതയിൽ സ്വർഗത്തിലും നരകത്തിലും ഉണ്ടാവും. പക്ഷെ നരകത്തിൽ തമ്മിൽ കാണാനൊക്കത്തില്ല. അതുകൊണ്ട് ഇതാരാ എവിടാന്നൊരു പിടുത്തവും കാണത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫോൺ ചെയ്തറിയാനും പറ്റത്തില്ല. തൊട്ടപ്പുറത്തെ സെല്ലിലാണ് കിടക്കുന്നതെങ്കിലും തമ്മിൽ സംസാരിക്കാനും പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെയല്ല. മറുരൂപമലയിൽ ഇറങ്ങി വന്ന 2 വിശുദ്ധന്മാരെ തിരിച്ചറിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ആ തിരിച്ചറിവ് നമുക്കുണ്ടാവും, ബന്ധങ്ങൾ ഓർമ്മയുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള മറ്റ് ഭൂമിയിലെ പോലത്തെ വികാരങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് മാത്രം. ഓക്കെ. But the rich man wanted Lazarus sent to his brothers, so probably it's because he loved them. Yeah. So he had that emotion, right? Of course. That emotion will be there, but there won't be that emotion a husband and wife will have. And also that emotion in this world as a mother and son will have. Because the first love will be Christ and the triune God himself. Yeah, and therefore we will have love one another. We will love one another. In the eternity, we will love one another. Human beings, the saints will love one another, but that will not surpass the love for the Lord. Yeah. പക്ഷെ തേജസ്കരിക്കപ്പെട്ട ശരീരമാകുമ്പോഴത്തേക്ക് ഈ ഐഡന്റിഫിക്കേഷൻ ഒക്കെ സാധ്യമാവുമോ? 2 ജീവിതങ്ങൾ. Of course. സാധിക്കാം. മറുരൂപമലയിൽ വന്ന വിശുദ്ധന്മാർ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലായിരുന്നു. അവിടെ അത് സാധ്യമായി. യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഉയർപ്പിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധന്മാർ വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷരായി. സ്തോത്രം. മറ്റൊരു ചോദ്യം വന്നു, സോ if we don't see any of our dear ones, how can we be happy there? As a mother or father will miss his or her child in heaven. ഇപ്പൊ സ്വർഗത്തിൽ നിത്യമായ സന്തോഷമാണ് എന്ന് വന്നാൽ നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ടവര് പലരും ചിലപ്പോൾ സ്വർഗത്തിൽ കണ്ടില്ലെന്ന് വരും.
തീർച്ചയായിട്ടും അങ്ങനെയുള്ള ധാരാളം വിശുദ്ധന്മാർ സ്വർഗത്തിലുണ്ടാവും. ചിലരുടെ മാതാപിതാക്കൾ സ്വർഗത്തിൽ കാണത്തില്ല, ചിലരുടെ ജീവിത പങ്കാളികൾ സ്വർഗത്തിൽ കാണത്തില്ല, ചിലരുടെ മക്കൾ കാണത്തില്ല, ചിലരുടെ സഹോദരങ്ങൾ കാണത്തില്ല. ശരിയാ. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ നിത്യതയിൽ സന്തോഷിക്കാൻ കഴിയുമെന്നാണ് ഒരു ചോദ്യം. വളരെ നല്ല ചോദ്യം. അതിനുള്ള രണ്ടുത്തരങ്ങൾ. ഒന്ന്, പരമ്പരാഗതമായി ട്രഡീഷണലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഉത്തരമാണ്. വെളിപ്പാട് 21:4-5 വാക്യങ്ങളിലൊക്കെ കാണുന്നത്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അതിന് പരമ്പരാഗതമായി നമ്മൾ കേൾക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ഇങ്ങനെ: സ്വർഗത്തിലെത്താത്തവരെ കുറിച്ച് ഓർത്ത് സ്വർഗത്തിലെത്തുന്നവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരുടെ ആ ദുഃഖത്തെ എന്നേക്കുമായി തുടച്ചു നീക്കുമെന്ന്. അതിനവിടെ പറയുന്നത് കണ്ണുനീർ ഗ്രന്ഥി തന്നെ എടുത്ത് കളയുമെന്നാണ്. The very gland that produces tears will be wiped off. That is a traditional answer. And one more thing, when we reach in heaven, we will be in very much union with the reality, and that joy to see the Lord as He is will surpass all other joys as well as pains and sorrows. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിക്കും. ആ പരിപൂർണത സ്വർഗത്തിൽ നമുക്കുണ്ടാകുന്ന മറ്റെല്ലാ സന്തോഷങ്ങളെയും മാത്രമല്ല സകല സന്താപങ്ങളെയും അതിജീവിക്കുവാൻ പര്യാപ്തമായ സന്തോഷമായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ആ ബോധം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. എങ്കിലും ആ ദൈവീക ബോധത്തോട് നമുക്ക് സോളിഡാരിറ്റി, നമുക്ക് ഏകാത്മകത ലഭിക്കും. അവരെക്കുറിച്ച് ഓർത്ത് വിലപിച്ച് കരഞ്ഞിരിക്കാതെ നമുക്ക് ലഭ്യമായ ആ ദൈവ സാന്നിധ്യത്തിൽ അത്യധികം സന്തോഷിച്ച് അതിൻ്റെ പരിപൂർണത അനുഭവിക്കുവാൻ നമുക്കവിടെ സാധിക്കും. എന്നതുകൊണ്ട് ഈ ദുഃഖം ആ സന്തോഷത്തെ പിടിച്ചടക്കുകയില്ല, അതവിടെ തീരും. And therefore that will not be a hindrance for our eternal joy. There we will not be disappointed for the losses, especially loss of these dear and near ones. അവിടെ എത്തുന്നവർക്ക് മറ്റൊരു ദുഃഖവും തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ചുള്ള ദുഃഖം സാധ്യത മാനുഷികമാണ്, നമുക്കിപ്പോൾ ചിന്തിക്കുമ്പോഴുണ്ട്. മറ്റൊന്ന്, ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട ശേഷം പാഴാക്കിക്കളഞ്ഞ കാലങ്ങളെക്കുറിച്ചും നിരാശ തോന്നും അവിടെ ചെല്ലുമ്പോൾ. അതുകൊണ്ടാണ് ചിലർ ദുഃഖിച്ചും കരഞ്ഞും ഒക്കെ ഇരിക്കുന്നു പറയുന്നത്. എന്നാൽ ദുഃഖിച്ചും കരഞ്ഞും നിരാശപ്പെട്ടു ഇരിക്കുന്നു പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ട് തലേ കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ചല്ല. പകരം രക്ഷിക്കപ്പെട്ട ശേഷം കുറച്ചും കൂടെ വിശുദ്ധ ജീവിതം നയിക്കാമായിരുന്നു, കുറെ കൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാമായിരുന്നു, കുറച്ചും കൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് ചെലവഴിക്കാമായിരുന്നു,
കുറെ കൂടെ പ്രാർത്ഥിക്കാമായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം പ്രതിഫല നഷ്ടം പലർക്കും അവിടെ ഉണ്ടാവും. അതവരെ ഇങ്ങനെ ചിന്തിപ്പിക്കും. എന്നാൽ പോലും ആരും സ്വർഗത്തിൽ നിരാശപ്പെട്ടോ കരഞ്ഞോ ദുഃഖിച്ചോ ഇരിക്കില്ല. കാരണം സ്വർഗം അങ്ങനെ ദുഃഖിക്കുന്ന, നിരാശപ്പെടുന്ന ഒരു സ്ഥലമല്ല. ഉണ്ടാകുന്ന സകല ദുഃഖങ്ങളെയും അതിജീവിക്കുന്ന സന്തോഷത്തിന്റെ സ്ഥലം. അതുകൊണ്ടാ വെളിപ്പാട് 21 മുമ്പേ പറഞ്ഞ അതേ വാക്യങ്ങൾ, 4 മുതൽക്കുള്ള വാക്യങ്ങൾ പറയുന്നത്, പിന്നെ ഇനി അവിടെ എന്തുണ്ടാവില്ല? മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. സ്തോത്രം. കണ്ണുനീരും ദുഃഖവും മുറവിളിയും എല്ലാം മാറും. ഈ വിധമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ നമ്മെ ദുഃഖത്തിലാഴ്ത്തില്ല, കണ്ണീരിലാഴ്ത്തില്ല. അങ്ങനത്തെ ഒരു സന്തോഷമാണ് നമുക്കവിടെ ലഭിക്കാൻ പോകുന്നത്. The people, anyone who reaches in heaven will obtain that joy in which there is no pain, no sorrow for any reason, no tears, and such a joy we will get in heaven along with God in the fullness of the presence of the triune, glorious, majestic, immutable God. Praise God. സ്തോത്രം. ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സും ഇവിടെ നിർത്താം. ബാക്കി കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ ആകാം. സ്തോത്രം. Yeah, our love for everyone in the eternity will be the same. ഈ ഭൂമിയിൽ നമുക്ക് സ്നേഹം പലരോടും പല രീതിയിലാണ്. ഈവൻ 2 മക്കൾ നമുക്കുണ്ടെങ്കിൽ സ്നേഹം 2 രീതിയിലാണ്. നമ്മളതിന് റിബേക്കയും ഇസഹാക്കിനെയൊക്കെ കൂട്ടുപിടിക്കും. ദാറ്റ്സ് ഹ്യൂമൻ. പക്ഷെ അവിടെ ചെന്നിട്ട് അങ്ങനെ ഇല്ല. മനുഷ്യർ വിശുദ്ധന്മാരോട് എല്ലാവരോടും തുല്യ സ്നേഹം. എന്നാൽ ആ സ്നേഹത്തെക്കാളൊക്കെ ഒത്തിരി ഒത്തിരി കൂടുതലായിരിക്കും കർത്താവിനോടുള്ള സ്നേഹം. മറ്റാരോടും അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് സ്നേഹം തോന്നില്ല. ഇന്നാണെങ്കിൽ ഒരു സഭയിൽ ചെന്നാൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിരിക്കും. എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ, അതിൽ തന്നെ വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇന്ന് സഭകളിലൊക്കെ എല്ലായിടത്തും ഉണ്ട്, ലോകത്തിലും എല്ലായിടത്തും ഉണ്ടത്. പക്ഷെ അങ്ങനെയുള്ള ഗ്രൂപ്പിസവും പാനലിസവും ഒന്നും സ്വർഗത്തിൽ കാണത്തില്ല. എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും നമുക്കൊരേപോലെയുള്ള സ്നേഹമേ ഉള്ളൂ. ഈ ഏറ്റക്കുറച്ചിലൊക്കെ നമുക്ക് പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടായതാണ്. അതൊന്നും അവിടെ ഉണ്ടാവില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഇന്നും നമുക്ക് വേണ്ടി മനുഷ്യനായി പഞ്ചമുറിപ്പാടുകളോടെ പിതൃസന്നിധിയിൽ സ്തോത്രം മഹാപുരോഹിതനായിരിക്കുന്ന, ബ്രിഡ്ജ് മേക്കറായിരിക്കുന്ന നമ്മുടെ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഞങ്ങളെ ഇപ്പോഴോ പിന്നീടോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യരായ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെയെങ്കിലും ദൈവത്തോട് അടുക്കുവാൻ മുഖാന്തരങ്ങളായി കാണുന്നെങ്കിൽ അരുതേ. നമുക്കെല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു അല്ലാതെ വേറെ ആരും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല.
സ്തോത്രം. ആ കർത്താവിൽ ആശ്രയിച്ച് നിത്യജീവനായി കാംക്ഷിച്ച് നമ്മുടെ കർത്താവിനെ മുഖാമുഖം കാണുവാനുള്ള കൊതിയോടെ വിശുദ്ധ ജീവിതം നയിച്ച് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.